ഹായ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. വേറെ സുഖമല്ലേ? ഇവിടെ രാവിലെ മഴ തുടങ്ങി, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോഴേ കൂട്ടുകാരെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ നാട്ടിലോട്ടൊക്കെ മഴയുണ്ടോന്നേ? ഇവിടെ എന്താണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാണ്ട് മഴയായിരുന്നു. നല്ല മഴയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മഴക്കാഴ്ചകളിലേക്ക് പോവാവേ. മഴ തോരുന്നു പെയ്യുന്നു, തോരുന്നു പെയ്യുന്നു. ഇത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കലാപരിപാടി. ഈ നിൽക്കുന്ന കുഞ്ഞു ചെടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷോട്ട് ഇട്ടപ്പോൾ അതിൽ മരം മറിച്ചിടുമോ എന്ന് ചോദിച്ച കുറേ കമൻറ്റ് വന്നു. ആ മരമാണ് കേട്ടോ ആ കാണുന്നത്. അത് വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ആയതാണേ. മണിച്ചേട്ടൻ പറഞ്ഞ പോലെ വീടിനടയാളം ശീമക്കൊന്നയാണ് കേട്ടോ. മഴയത്ത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കോഴികളെല്ലാം കൂടെ നനഞ്ഞു കുളിച്ച് നടക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഇറയത്ത് നിൽക്കുന്നതുകൊണ്ട് തിണ്ണേ കയറാൻ പറ്റുന്നില്ലേ. തിണ്ണേ കയറാൻ വേണ്ടി നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം തിണ്ണേ കയറിയിട്ട് ഞാൻ തിണ്ണ മൊത്തം കഴുകി. കോഴി എനിക്ക് പണി തന്നു. അതുകൊണ്ട് ഞാനിന്ന് കോഴി കയറാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കാവലി നിൽക്കുകയാണ്. കോഴി സൈഡിൽ നിന്നോട്ടെ നനയാതെ. തിണ്ണേ കയറിയിട്ടേ കോഴി നമുക്കിട്ട് പണി തരും. അങ്ങനെ മഴയൊക്കെ മാറി കേട്ടോ. ചെറിയ തെളിവൊക്കെ വന്നു. ഒരു ഓന്തച്ചൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് എന്നെ കണ്ടതേ ചാടി ഓടി. ഇതാണ് കേട്ടോ നിങ്ങളെല്ലാം ചോദിച്ച് മരം മറിച്ചിടുമോ എന്ന് ചോദിച്ച് ആ ഒരു വീഡിയോയിലുള്ള മരമാണിത് കേട്ടോ. മരമൊന്നുമല്ല, ഇത് മറ്റേ കുഞ്ഞു പൂവുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. ചെടിയുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അറിയാവുന്നൊരു കമൻറ്റ് തന്നെ. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചെടിയും പൂവൊക്കെ നല്ല നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആ വീഡിയോ ഇങ്ങനെയാണ് എടുത്തത്. രാവിലെ തന്നെ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് കറി പിന്നെ പ്രത്യേകിച്ച് വെക്കണ്ട. ഇന്നലത്തെ മീൻ വറുത്തത് ഇരിപ്പുണ്ട്, മുള്ളം വറുത്തതുണ്ട്. പിന്നെ ചീരത്തോരനും ഉണ്ട് കേട്ടോ. മുള്ളം വറുത്തതും ചീരത്തോരനും ഉണ്ട്. പിന്നെ നമ്മൾ രാവിലെ നല്ല സോഫ്റ്റായിട്ട് അപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടാക്കി. പിന്നെ കുറച്ച് നമ്മൾ ഉണങ്ങിയ പാവയ്ക്ക എടുത്തിട്ട് അത് ഇത്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കത്തേനെ. അപ്പം കറി പാവയ്ക്ക വറുത്തതും ചീരത്തോരനും മീൻ വറുത്തതുമാണ്. അതിന് ഇന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാലെടുക്കാൻ വണ്ടി വന്നു. ഉച്ച കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വണ്ടി വന്നത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ മാറി. അങ്ങനെ അളവും തൂക്കവും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ബാറിൽ പാലെല്ലാം കൂടി വണ്ടിയിലേക്ക് കയറ്റുവാണ് കേട്ടോ. അങ്ങനെ ചേട്ടന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെതാ നമ്മുടെ പാലൊക്കെ കയറ്റി വണ്ടി പോവാണ്. ചേട്ടന്മാരെ പോകാൻ തുടങ്ങുകയാണ്. ഇവരായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര കൂട്ടാണ്, ക്ലോസാണ്. കേട്ടോ നമ്മുടെ പാലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിറകെടുക്കാൻ വേണ്ടി തോട്ടത്തിൽ പോയിട്ടോ. നമ്മുടെ വിറകൊക്കെ തീർന്നായിരുന്നു. അപ്പം വിറകെടുക്കാൻ വേണ്ടി തോട്ടത്തിൽ പോവാണ്. തോട്ടത്തിൽ വന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ വിറകൊന്നും വലിയ കാര്യമായിട്ടില്ല കേട്ടോ. ഇത്തിരി വിറക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വീണ്ടും പറക്കി കൂട്ടി
കുറച്ച് വിറക് കൂടി എടുത്തു കേട്ടോ. നമ്മൾ വിറകൊക്കെ പെറുക്കിയെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മഴയ്ക്ക് മുന്നേ വീട്ടിൽ പോകണം, മഴക്കാറുണ്ട്. നമ്മൾ അന്ന് പറിച്ചൊരു ആത്തച്ചക്കയുടെ കാര്യം ഓർമ്മയില്ലേ? ആ ആത്തച്ചക്ക പഴുത്തട്ടോ. പിന്നെ അത് കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും പോയി കുളിച്ചിട്ടൊക്കെ വന്ന് വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഇത്രയ്ക്കുള്ള കുഞ്ഞ് വീഡിയോ. അപ്പോൾ ബായ്.